ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ സീരിയലിനകത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ശാരദാമ്മയുടെ വായിന്ന് അബദ്ധങ്ങൾ അടിപൊളിയായിട്ട് വീണുപോയി. പക്ഷേ അതിനെ കയറി നമ്മുടെ കുട്ടി സത്യം എന്തായാലും ചൂഴ്ന്ന് ചൂഴ്ന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ ഇതിനകത്തു നിന്നൊക്കെ എങ്ങനെയാണ് ട്വിസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും രസകരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അമ്മയും മക്കളും അതുപോലെ മുത്തശ്ശിയും കൊച്ചുമക്കളും എല്ലാവരുമായിട്ടുള്ള രീതിക്കകത്തുള്ള അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇനിയുള്ള എപ്പിസോഡിന് ടോട്ടലി ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അടുത്ത കാര്യങ്ങൾ, ശാലിനിയൊക്കെ ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ കള്ളത്തരങ്ങൾ, വിഷ്ണുവിന് വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തം എല്ലാം എങ്ങനെ ഇനി മുന്നോട്ടേക്ക് പോകുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് തന്നെ മാറും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ തന്നെ നോക്കാം. ഇന്ന് സീരിയൽ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഗോപാലേട്ടനെ കൊണ്ടുവന്ന് ശാരദാമ്മ എന്താണ് ക്യാഷ് കൗണ്ടർ ഇരുത്തുന്നു. അപ്പോഴത്തേക്ക് എന്താണ് ഇവിടെയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരോടും സംസാരിച്ച് കഴിയുമ്പോൾ നല്ലൊരു റിക്കവറിയൊക്കെ കിട്ടും. എന്താണ് പഴയ പോലെ തന്നെ ഉഷാറാകാനൊക്കെ പറ്റും ഗോപാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുവാണ്. അപ്പോഴത്തേക്കും ശാന്ത പറയുന്നു, എന്താണ് ശാരദാമ്മ പറയുന്ന പോലെ ഗോപാലേട്ടനെ ഇങ്ങനത്തെ ഈ ചെറിയ കസേരയൊക്കെ ഇഷ്ടപ്പെടുമോ അറിയത്തില്ല. കാരണം ഗോപാലേട്ടൻ ഈ നാടൊക്കെ വിറപ്പിച്ച് ഭരിച്ച് നടന്നിട്ട് ഇവിടെ വന്നിരുന്ന 2 ദോശയുടെയും ചായയുടെയൊക്കെ കണക്ക് മേടിച്ച് അതിൻ്റെയൊക്കെ പൈസ എടുത്ത് ഈ ക്യാഷ് കൗണ്ടർ ഇടുന്നതൊന്നും ഗോപാലേട്ടൻ അത്ര സുഹിക്കുന്ന പണി ആയിരിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഗോപാലേട്ടൻ പറയുന്നത്, ശാന്ത എനിക്ക് അങ്ങനത്തെ ദുരഭിമാനമൊന്നുമില്ല, ഇപ്പോൾ ആ ദുരഭിമാനമൊക്കെ പോയി. പിന്നെ ഇത് അത്ര ചെറിയ കസേരയൊന്നും അല്ലല്ലോ, ഈ കസേര കൊണ്ടല്ലേ നീ ഈ നാടിന് തന്നെ ഒരു കളക്ടറിനെ സമ്മാനിച്ചത്. അപ്പം അത്രയും വലിയൊരു കസേരയാകുമ്പം ഈ കസേരയ്ക്ക് അതിൻ്റെതായ ഒരു മൗസും ഉണ്ടല്ലോ എന്ന് ഗോപാലേട്ടൻ പറയുന്നു. അപ്പോഴത്തേക്ക് ശാരദാമ്മ പറയുന്നു, അത് അത്ര എളുപ്പമൊന്നുമല്ല, ഈ കസേര ഇരുന്ന് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ, ഈ കസേര ചിലപ്പോൾ നടുക്കടലിൽ ഇട്ട പോലെ ആയിരിക്കും. അതിൻ്റെ അകത്ത് നിന്ന് തുഴഞ്ഞ് ഇവിടം വരെ എത്തിയതിൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ശാരദാമ്മ പറയുന്നുണ്ട്. അത് കേട്ട് ഗോപാലേട്ടൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അപ്പോഴാണ് നമ്മുടെ പപ്പി മോളെ എൻട്രി വരുന്നത്. അപ്പോൾ പപ്പി മോൾ ആരാന്ന് ഇവർക്ക് അറിയത്തില്ല. അപ്പോഴത്തേക്കും ശാരദാമ്മ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ, അവിടെ കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി ഇവിടെ നീയും ഗോപാലേട്ടനും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ വീട്ടിലേക്ക് കയറി പോകണം. അപ്പോഴേക്കാണ് ശാരദാമ്മ പോയി കഴിയുമ്പോഴാണ് നമ്മുടെ പപ്പി മോൾ വരുന്നത്. പപ്പി മോൾ വരുമ്പോഴത്തേക്കും ഈ ഗോപാലേട്ടനെ അറിയത്തില്ല, ശാന്തയ്ക്ക് അറിയത്തില്ല, ഇതാരാന്നറിയത്തില്ല. അപ്പം ഇത് ശാരദാമ്മയുടെ ഇതല്ലേ കുടുംബശ്രീ ഹോട്ടൽ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പം അതേന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഭയങ്കര പോസിനകത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കഴിക്കാൻ എന്തുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം കിട്ടുമല്ലോ, ഇത് ശാരദാമ്മയുടെ ഹോട്ടലാണ്, ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ കുട്ടി പറയുന്നതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ആർക്കും മനസ്സിലാവില്ല, ശാന്തയ്ക്ക് മനസ്സിലാവുന്നത്. അപ്പോഴത്തേക്കും ഗോപാലേട്ടൻ ഹലോ മാഡം അങ്ങോട്ടേക്ക് ഇരുന്നാട്ടെ എന്ന് പറയുന്നുണ്ട്. ഇത്രയൊക്കെ സൗകര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗോപാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പപ്പി പോയിരിക്കുവാണ്. പപ്പി പോയിരിക്കുമ്പോഴത്തേക്കും നേരെ ശാന്ത എന്താ മോൾക്ക് കഴിക്കാൻ വേണ്ടത്? ഉടനെ നമ്മുടെ പപ്പി മോൾ ചോദിക്കുവാണ്, മെനു കാർഡ് ഇല്ലേ എന്ന് ചോദിക്കും. ശാന്ത ഇതങ്ങനെ കേട്ടിട്ടുണ്ടോ മെനു കാർഡ് എന്നുള്ള കാര്യം ആദ്യമായിട്ട് കേൾക്കുന്ന ശാന്ത. മനുവോ എന്നത് ചോദിക്കുന്നുണ്ട്. മനുവോ എന്തോ ഗോപാലേട്ടൻ ഈ കൊച്ചു ചോദിക്കുന്നത്, മനുവിനൊക്കെ എന്തിനാണ് ഇവിടെ വരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോപാലേട്ടന് ഭയങ്കര തമാശയായിട്ട് പറയുന്നത്, അത് അവൾ ചോദിച്ചത് മെനു കാർഡാണ് ശാന്ത. അതായത് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ടെന്ന് എഴുതി അതിൻ്റെ വിലയും സഹിതം എഴുതിയ ഒരു കാർഡ്, അതിൻ്റെ കാർഡ് ഉണ്ടോ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. 5 സ്റ്റാർ ഹോട്ടലിനകത്ത് കാണത്തില്ലേ, അതാണ് കുട്ടി ചോദിച്ചെന്ന് പറയുന്നു. ഉടനെ പറയുന്നത്, അതൊന്നും ഇവിടെ ഇല്ല, പക്ഷേ എന്നാലും എന്ത് ചോദിച്ചാലും ഇവിടെ ഉണ്ടാക്കി തരും എന്ന് പറയുന്നു. കാരണം ഇത് കുടുംബശ്രീ ശാരദയാണ്, അപ്പോൾ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും, മോക്ക് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കും. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാമെന്നേ പറ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പം എന്താ പിന്നെ വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും, എനിക്കാണെങ്കിൽ തെങ്ങിൻ്റെ നീളത്തിലുള്ള ഒരു പുട്ട് വേണമെന്ന് പറയും. ഉടനെ തെങ്ങിൻ്റെ നീളത്തിലുള്ള പുട്ടോ, അപ്പം ഇത് കുടുംബശ്രീ ശാരദ ഹോട്ടൽ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് കാരണം കുടുംബശ്രീ ശാരദയുടെ ഹോട്ടലാണ്, ഇവിടെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞിട്ട് വലിയ വീരവാത്തം അടിച്ചല്ലേ എന്നിട്ടുള്ള രീതിയിൽ തിരിച്ച് നമ്മൾ പപ്പി മോൾ അങ്ങോട്ട് ട്വിസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഗോപാലേട്ടനും ഇതെന്തോ ചോദിക്കുന്നത് മനസ്സിലായില്ല. കാരണം തെങ്ങിന് നീളത്തിലുള്ള പുട്ട് എങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാനാ? അപ്പോഴത്തേക്ക് നേരെ ശാരദാമ്മയെ വിളിക്കാൻ പറയുന്നു. അപ്പം ശാരദാമ്മയുടെ അടുത്ത് പോയിട്ട്, ശാരദാമ്മ ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ട് തെങ്ങിൻ്റെ നീളത്തിലുള്ള പുട്ട് ചോദിക്കുന്ന പറയുന്നത്. ഉടനെ ശാരദാമ്മ പറഞ്ഞു, എനിക്ക് കാര്യം മനസ്സിലാകുന്നത് ശാരദാമ്മ വന്നിട്ട് നല്ല പോലെ ഒരു ഇടിയപ്പം എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇടിയപ്പം എന്ന് പറയുമ്പോഴത്തേക്കും അപ്പം ശാരദ പറയുന്നത്, ഇതാണ് കുട്ടികളുടെ തെങ്ങിൻ്റെ നീളത്തിലുള്ള പുട്ട്, ഇതല്ലേ മോള് ചോദിച്ചത് എന്ന് പറയുന്നത്. കാരണം ആ ഇടിയപ്പത്തിൻ്റെ നൂലുകളെല്ലാം നീട്ടി വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം തെങ്ങിൻ്റെ എത്ര നീളം വരുമെന്നാണ് കുട്ടികളുടെ ഇടയിലെ സംസാരം, അതാണ് അവരുടെ യുക്തി. അപ്പം ഇങ്ങനെ കുറച്ച് കുട്ടികളുടെ ഭാഷ കാണും. ഈ കസേര ചുമ്മാ ഇരുന്നാൽ പോരാ, ഇങ്ങനെയൊക്കെ വരുന്നവരിങ്ങനെ വെള്ളം കുടിപ്പിക്കുമ്പം അതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു കപ്പാസിറ്റി വേണമെന്ന് ഗോപാലേട്ടനെ നോക്കി പറയുമ്പം ഗോപാലേട്ടൻ പറയുന്നത്, എനിക്കത് അപ്പോഴേ മനസ്സിലായി, ഞാനത് ശാന്ത അടുത്ത് പറഞ്ഞു. ഈ ശാന്ത കേൾക്കാൻ ഞാൻ വന്നിട്ട് ഗോപാലേട്ടൻ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ
സത്യമോൾ, അതായത് നമ്മുടെ കുട്ടി സത്യ കയറി വന്ന് എന്നിട്ട് പപ്പി എന്ന് വിളിക്കും. അപ്പോഴാണ് ശാരദാമ്മയ്ക്ക് ഇതെന്താണ് ഒരു ജസ്റ്റ് ഒന്ന് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പപ്പി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും തമ്മിൽ ഹഗ് ചെയ്യണം. സത്യം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ സത്യ പപ്പി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ ഹഗ് ചെയ്യുന്നു. ആ ഹഗ് ചെയ്യുമ്പോഴത്തേക്കും ശാരദാമ്മയ്ക്ക് അപ്പം അയ്യോ ഇതെൻ്റെ കുഞ്ഞല്ലേ എന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അയ്യോ ഗോപാലേട്ടൻ നോക്ക്, ഇവൾ എന്ത് നല്ല വെളുത്ത് സുന്ദരമായത്, അയ്യോ എൻ്റെ കുഞ്ഞിനെ കാണാൻ എന്ത് രസമുണ്ട്, നല്ല വെളുത്ത്, അയ്യോ എന്ത് നല്ല കുഞ്ഞ് കൈകളൊക്കെ നോക്കി അങ്ങോട്ടേക്ക് നോക്കി, അയ്യോ ഇവളുടെ കണ്ണ് നോക്ക്, അയ്യോ മുടിയൊക്കെ ചുരുണ്ട് കിടക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ഒന്ന് ശാരദാമ്മ ആ ഒരു അമ്മൂമ്മ എന്ന എക്സൈറ്റ്മെൻറ്റ് ഇന്ന് വരെ ആ കുഞ്ഞിനെ കാണാൻ പറ്റാഞ്ഞിട്ട് ആ എക്സൈറ്റ്മെൻറ്റ് എല്ലാം തന്നെ അതിൻ്റെ സങ്കടവും വിഷമവും അതിൻ്റെ സന്തോഷവും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ പ്രകടിപ്പിക്കുകയാണ് ശാരദാമ്മ. എന്നിട്ട് പറയണ ഇവളുടെ കണ്ണ് നോക്കി, ഇവളുടെ കണ്ണ് നോക്കി, ഇവളുടെ കണ്ണ് അതെന്തായാലും ഇവളുടെ അച്ഛൻ്റെ അല്ല, ഇതെന്തായാലും എൻ്റെ മോടെ കണ്ണ് തന്നെയാണ്, എൻ്റെ മോള് ഇതെൻ്റെ ശാലിയുടെ കണ്ണ് തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും സത്യം എന്താണ് നോക്കുവാണ്, ശാലിയുടെ കണ്ണ് എൻ്റെ അമ്മയുടെ കണ്ണോ, അതെങ്ങനെ പപ്പയ്ക്ക് എങ്ങനെ എൻ്റെ അമ്മയുടെ കണ്ണ് വരുന്നത് ശാരദാമ്മേ, പപ്പിക്ക് എങ്ങനെ എൻ്റെ അമ്മയുടെ കണ്ണ് വരും, എൻ്റെ അമ്മയുടെ കണ്ണോ എന്ന് പറഞ്ഞിട്ട് എന്താണ് സത്യമോൾ അവിടെ എന്താണ് കുരുക്കിട്ട്. ശാരദാമ്മ പെട്ടു. ശാരദാമ്മയ്ക്ക് ഇനി എന്ത് പറയണമെന്ന് അറിയാതെ ശാരദാമ്മ പിന്നെ അത് ബബ്ബ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അവിടെ അങ്ങ് പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും കറക്റ്റാണ് ശാരദാമ്മയ്ക്ക് രക്ഷയ്ക്ക് വേണ്ടി കറക്റ്റ് ശാലിനി കയറിയെന്ന്. ശാലിനി എന്തൊക്കെയാ ശാലിനി പറഞ്ഞ അതെങ്ങനെ മോളെ പപ്പിക്ക് എൻ്റെ കണ്ണ് വരുന്നത്, അമ്മ ഉദ്ദേശിച്ചത് പപ്പയ്ക്ക് എന്നെ പോലത്തെ കണ്ണുണ്ടെന്നാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ അതല്ലേ ഞാൻ നോക്കിയത് അമ്മേ, എങ്ങനെയാ പപ്പിക്കല്ലാതെ അമ്മയുടെ കണ്ണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് എന്താണ് അവർ സംസാരിച്ച് എങ്ങനെ ശാലിനി അത് ഊരിക്കൊടുത്ത്. ശാലിനി അത് ഊരിക്കൊടുത്തപ്പോഴത്തേക്കും മെയിൻ റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി പറയുന്നുണ്ട് വല്ലതൊക്കെ അമ്മ ഇങ്ങനെ വാവിട്ടങ്ങ് പറഞ്ഞങ്ങ് ഒപ്പിച്ച് വയ്ക്കും, എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ലാസ്റ്റിന് ഞാൻ തന്നെ വരേണ്ടി വരും എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും വീണ്ടും ഗോപാലൻ പറയും എനിക്ക് അപ്പോഴേ അറിയാം ഇതങ്ങ് പറഞ്ഞാൽ മതി, ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞതാ. എന്നിട്ട് ശാരദ കേൾക്കാഞ്ഞെന്ന് പറഞ്ഞിട്ട് അവിടെയും എന്താണ് ഗോപാലേട്ടൻ തടിതപ്പും, കാരണം അതൊരു പ്രസ്റ്റേജ് ഇഷ്യൂ എന്ന രീതിക്കകത്ത്. അപ്പം ഇതെല്ലാം നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താണ് ഇവർക്ക് ഇവരുടെ ഓരോ കുസൃതി കേൾക്കണ്ടേ, ഇവർക്ക് കഴിക്കാനായിട്ട് തെങ്ങിൻ്റെ നീളത്തിലുള്ള പുട്ട് വേണം എന്നിട്ട് തന്നെ പുട്ട് കൊടുത്തിരിക്കുമെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും എന്താണ് ശാലിനി പറയുന്നത് അവർക്കിപ്പം തെങ്ങിൻ്റെ നീളത്തിലെ പുട്ടൊന്നും പോരല്ലോ, അവർക്ക് പാനിപൂരി അല്ലേ വേണ്ടത് അല്ലേ, അവർക്ക് പാനിപൂരി അല്ലേ ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും സത്യയും പപ്പി എന്താണ് വല്ലാണ്ടാവണം, കാരണം അമ്മ പാനിപൂരി കഴിച്ചോ അല്ലേ, നിങ്ങൾ സത്യം പറ, നിങ്ങൾ രണ്ടുപേരും പാനിപൂരി കഴിച്ചില്ലേ ഇന്നലത്തെ ദിവസം. അത് സത്യം പറഞ്ഞാൽ അമ്മ വഴക്കൊന്നും പറയത്തില്ല, സത്യം പറഞ്ഞില്ലെങ്കിൽ അമ്മ വഴക്ക് പറയും എന്ന് പറയുമ്പോഴത്തേക്കും അത് അമ്മയെ കഴിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒന്നും മേടിച്ച് കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ വഴക്ക് പറയാണ്. അത് അമ്മ ഇനി ആവർത്തിക്കത്തില്ല, അത് വിഷ്ണു അച്ഛനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കഴിച്ചതാ, ഇനി ഒരിക്കലും ഇത് കഴിക്കില്ലെന്ന് പറയുന്നത്. അപ്പം എന്താണ് പപ്പിയും സത്യം പറയുന്നത് എനിക്ക് കഴിക്കത്തില്ല എന്ന് വാക്ക് കൊടുക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഡ്രൈവറേട്ടൻ വരുന്നത്. ഡ്രൈവറേട്ടൻ വന്നിട്ട് മാഡം ഇതാണ് ആ രേഖാചിത്രം, എന്താണ് പ്രതിയായ വ്യക്തിയുടെ രേഖാചിത്രം വരച്ച് കിട്ടിയിട്ടുണ്ട്, അപ്പം ഇതാണ് രേഖാചിത്രം, അയാളുടെ കുഞ്ഞ് പ്രായത്തിൽ ഇരുന്ന ഫോട്ടോ വെച്ചിട്ട് വരച്ചതിൻ്റെ കിട്ടിയിട്ടുണ്ട്. അത് ഉടനെ ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണോ എൻ്റെ കയ്യിൽ തരാൻ കാണുന്നത്, അത് മാഡം പല്ലവി ഇന്നലെ തന്നെ മാഡത്തിനെ ഏൽപ്പിക്കാൻ നോക്കിയതാണ്, പക്ഷേ അതിന് പറ്റിയില്ല, കാരണം മാഡം അന്നേരം തരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിനകത്തല്ലായിരുന്നു. ഓഫീസ് സമയത്തിൻ്റെ ഇടയ്ക്കകത്ത് എന്താണ് തരാൻ പറ്റാത്ത സമയം, എന്ത് തിരക്കിനകത്താണെങ്കിലും ഓഫീസ് കാര്യമല്ലേ തരണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാഡം പാനിപൂരി കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്കും ശാലിനിക്കുള്ള പണിയായി. ശാലിനിയെ നോക്കി പിള്ളേരെ നോക്കി അമ്മയും പാനിപൂരി, അത് പിന്നെ മോളെ അമ്മ ഒരു ജനസേവകയല്ലേ, അപ്പം ജനങ്ങൾ കഴിക്കുന്നതൊക്കെ ഭക്ഷണം നല്ലതാണെന്നോ ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കണ്ടേ, അതിനു വേണ്ടി ഞാനത് കഴിച്ചൊന്ന് നോക്കിയതാണ്. അപ്പം ശാരദ എന്നിട്ട് നീ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായെന്ന്, എന്തെന്ന് പാനിപൂരി എങ്ങനെ ഉണ്ടായെന്ന്, അമ്മേ എനിക്കിട്ട് വരല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അല്ല പാനിപൂരി കൊള്ളാമെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. അപ്പോഴത്തേക്കും സത്യം എന്താണ് പപ്പയൊക്കെ ചിരിക്കുന്നു. അപ്പോൾ ഇവർ ഈ രേഖാചിത്രത്തിലേക്ക് നോക്കുവാണ്. രേഖാചിത്രം നോക്കുമ്പോഴത്തേക്കും ഇത് ആ വ്യക്തിയുടെ കുഞ്ഞ് പ്രായത്തിൻ്റെ ഫോട്ടോ 3 വയസ്സിൻ്റെയോ 4 വയസ്സിൻ്റെയോ ഫോട്ടോ വെച്ചിട്ട് വരച്ചതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇവർ നേരെ എന്താണ് പറയുന്നുണ്ട് അമ്മ എന്നാൽ ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോകട്ടെ, ഞാൻ എന്താണ് പപ്പി ഇവിടെ ഒന്നും കണ്ടില്ലോ, ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്നാൽ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൈ പിടിച്ച് പോവുകയാണ്. ശാലിനി ഇവിടെ നിന്ന് എന്താണ് അമ്മ എനിക്ക് ഇറങ്ങാനുള്ള സമയം, എനിക്ക് ഫുഡ് താന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അപ്പം നിനക്കെന്ത് വേണം, എനിക്കും എന്താണ് തെങ്ങിൻ്റെ അത്രയും നീളമുള്ളൊരു പുട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ എന്താണ് ശാലിനി അവിടെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഈ 2 പിള്ളേരും കൂടെ നേരെ എന്താണ് അനുപല്ലവി എടുത്ത് പോകണം. അനുപല്ലവി എടുത്ത് പോയിട്ട് ചോദിക്കുവാണ് അത് ഈ രേഖാചിത്രം എന്ന് പറയുന്നത് എന്താണ്, അത് ആരാ വരച്ചു തരുന്നത്, പറയുന്നത് അത് പോലീസ് ഓഫീസിൽ നിന്ന് വരച്ചു തരുന്ന മോളെ, അതായത് പ്രതികളൊന്നും കണ്ടു കിട്ടിയില്ലെങ്കിൽ
അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണാതായി കഴിഞ്ഞാൽ അവരെ കണ്ടുകിട്ടാൻ അവരെ കൊച്ചിലത്തെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് വരപ്പിച്ചെടുക്കുന്നതാണ്. അതപ്പം പോലീസുകാരാണ് വരയ്ക്കുന്നത്. അല്ല, അതിന് പോലീസുകാർക്ക് കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്, അവരാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പം അത് മിക്കവാറും അതെന്താണ്, എല്ലാ സമയത്തും അത് തന്നെ ശരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പലയിടത്തു നിന്ന് ആ വിവരങ്ങളൊക്കെ ഈ പിള്ളേർ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയതും സത്യം ഉടനെ പറയുമോ, നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞിട്ട് നേരെ എന്താണ്, അപ്പോഴത്തേക്കും അനുപല്ലവീനെ വീണ്ടും എന്താണ് ശാലിനി വിളിച്ചെന്ന് പറഞ്ഞിട്ട് അനുപല്ലവി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഈ പിള്ളേരെ ശ്രദ്ധിക്കാൻ അനുപല്ലവിക്കും പറ്റിയില്ല. സത്യം നേരെ എന്താണ് പപ്പിയുടെ കൈയും പിടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുവാണ്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് എൻട്രിയിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന 2 കോൺസ്റ്റബിൾസ് പറയുന്നുണ്ട്, ഇത് നമ്മുടെ കളക്ടർ മാഡത്തിൻ്റെ കുട്ടിയല്ലേ, കളക്ടർ മാഡത്തിൻ്റെ വീട്ടിലെ കൊച്ചല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അകത്തേക്ക് കയറി ചെന്നിട്ട് ഇവിടെ അല്ലേ ഈ പടങ്ങളൊക്കെ വരയ്ക്കുന്നത് എന്ന് ചോദിച്ചിട്ട് എന്താണ് സ്കെച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുവാണ് 2 പേരും. അവരുദ്ദേശിക്കുന്നത് നേരെ ചൊവ്വേ തന്നെ, അതായത് നമ്മുടെ പപ്പിക്ക് ഭയങ്കര പേടിയാണ് പോലീസ് എന്ന് പറഞ്ഞാലും പോലീസ് സ്റ്റേഷനിൽ പോകാനും. പക്ഷേ എന്നാൽ സത്യയുടെ ധൈര്യത്തിൽ തന്നെ പോകുവാണ്. അവർ നേരെ ചൊവ്വേ എന്താണ് സ്കെച്ച് വരച്ച് പഴയ രീതിയിലുണ്ടായിരുന്ന കുഞ്ഞിലത്തെ എന്താണ് ശാലിനിയുടെ ഫോട്ടോ ആണല്ലോ വിഷ്ണു കൊടുത്തിരിക്കുന്നത്. അപ്പം ചേച്ചിയമ്മ ഇന്ന് എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടുപിടിക്കാനായി പോവാണ്. ലാസ്റ്റ് ചേച്ചിയമ്മ സ്വന്തം അമ്മയാണെന്ന് അറിയുമ്പോൾ ഉള്ള ബാക്കി റിയാക്ഷൻസാണ് ഇനി നമ്മുടെ എപ്പിസോഡിൻ്റെ വളരെ ട്വിസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ക്ലൈമാക്സ് എന്ന് പറയുന്ന ഇനി വരുന്ന എപ്പിസോഡിൻ്റെ മുന്നോട്ടേക്കുള്ള പോക്കിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്